മാരേജ് രജിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് അതുപോലെ ഇതിന്റെ ബെനിഫിറ്റ്സ് അറിയാത്ത ഒരു വധു അല്ലെങ്കിൽ വരനാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതായിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ടാണ് മാരേജ് രജിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് എന്നുള്ളത് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് നമ്മൾ പറയുന്നതായിരിക്കും. ലാസ്റ്റ്ലി എങ്ങനെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് മാരേജ് രജിസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പം വിവാഹങ്ങളൊക്കെ വലിയ ഗ്രാൻഡ് ഹാളുകളിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മണ്ഡപത്തിലൊക്കെ വെച്ചിട്ടാണ് നടത്താറുള്ളത്. പക്ഷേ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് നിയമപരമായിട്ട് നിങ്ങൾക്ക് സ്റ്റാമ്പ് ലഭിക്കാത്ത പക്ഷം നിങ്ങളുടെ വിവാഹം വാലിഡ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല. 2006 സുപ്രീം കോടതി മാരേജ് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. അതുപോലെ തന്നെ നിങ്ങളുടെ കൾച്ചർ അല്ലെങ്കിൽ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നിങ്ങളുടെ വിവാഹം ലീഗലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പല വഴികളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിന്ദുസ്, സിഖ്, ബുദ്ധിസ്റ്റിനൊക്കെ ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്. അതുപോലെ തന്നെ മുസ്ലിംസിന് മുസ്ലിം മാരേജ് ആക്ട് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ റൂൾസും റിക്വയർമെൻറ്റ്സ് ഒക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ദമ്പതികൾക്ക് അവർ മതമോ ജാതിയോ പരിഗണിക്കാതെ അവർ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും കഴിയും. ഈ ഒരു നിയമപരമായ അംഗീകാരം ദമ്പതികൾക്ക് ഒരുപാട് അവകാശങ്ങളും നേട്ടങ്ങളും ഉറപ്പു നൽകുകയും അതുപോലെ തന്നെ അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയും സമൂഹത്തിലും നിയമത്തിനും കീഴിലുള്ള അവരുടെ ബന്ധം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ ഇത്രയും മുൻഗണന കൊടുക്കേണ്ടത്? അപ്പം നമുക്ക് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാരേജിന്റെ ലീഗൽ പ്രൂഫായിട്ട് കണക്കാക്കുന്നതാണ്. അതായത് നിങ്ങളുടെ വിവാഹത്തിലെ ഒരുപാട് ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് ഇത് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് സോഷ്യൽ അതുപോലെ ഇമോഷണൽ സെക്യൂരിറ്റി കൊണ്ടുവരുന്നത് എന്നാണ്. സോഷ്യൽ റെക്കഗ്നൈസേഷൻ അതുപോലെ തന്നെ സപ്പോർട്ട് ലഭിക്കുന്ന വഴി പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിസ അതുപോലെ ഇമിഗ്രേഷൻ പേർപ്പസ് ആണ്. ഇപ്പോൾ സ്പൗസിന് വിസയിൽ വിദേശത്തേക്ക് യാത്ര ചെയ്യാനോ മറ്റൊരു രാജ്യത്തേക്ക് താമസത്തിനായിട്ട് അപേക്ഷിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വിസ അതുപോലെ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷന് വിവാഹ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അടുത്തത് അനന്തരാവകാശമാണ്. ഇപ്പം പാർട്ട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹ സർട്ടിഫിക്കറ്റ് ശരിയായ അനന്തരാവകാശം ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പൊ സർവൈവ് ചെയ്ത് നിൽക്കുന്ന പാർട്ട്ണറെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കും ഇവിടെ. അടുത്ത ഡിവോഴ്സ് പ്രൊസീഡിങ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ മാരേജ് രജിസ്റ്റേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വത്തുവകകളൊക്കെ ന്യായമായ രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനി ഫൈനലി നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ടാക്സ് ബെനിഫിറ്റ്സ് വഴി നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന രീതികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ വിവാഹം ലീഗലി കഴിഞ്ഞാൽ നിങ്ങളുടെ പോളിസിയുടെ കീഴിൽ നിങ്ങളുടെ സ്പൗസിന്റെ ഹെൽത്ത് ഇൻഷുറൻസിന് അർഹത നിങ്ങൾ നേടും. സോ നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വൽ പോളിസി എടുക്കേണ്ട, അതുപോലെ തന്നെ നിങ്ങൾ പ്രീമിയം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാം. ഇനി നമുക്ക് ടാക്സേഷൻ ബെനിഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നോർമലി ഇപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന് നമ്മൾ പേ ചെയ്യുമ്പോൾ എല്ലാ വർഷവും നമ്മുടെ ടാക്സബിൾ ഇൻകം 25,000 രൂപയോളം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 60 വയസ്സിന് താഴെയാണെങ്കിൽ, കാരണം നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽത്ത് നിങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സിൽ സെക്ഷൻ 80D കീഴിലാണ് ഈ ഒരു റിഡക്ഷൻ വരുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ 25,000 രൂപ 20,000 രൂപ ഇൻഷുറൻസ് പ്രീമിയമാണ്, 5,000 രൂപ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഹെൽത്ത് കെയർ കോസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25,000 രൂപ ഇൻഷുറൻസ് പ്രീമിയം മതിയായെന്ന് വരില്ല. അപ്പം ഒരാൾ മാത്രം സമ്പാദിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു ലിമിറ്റേഷൻ ബാധകമാണ്. എന്നാൽ ഇപ്പോൾ 2 പേരും സമ്പാദിക്കുന്നുണ്ട് അതുപോലെ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ എന്നാൽ ഓരോരുത്തർക്കും ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഒരു ഫാമിലി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം 50,000 രൂപ നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും 25,000 പകരം. അപ്പം ചില ഇൻഷുറൻസ് നമ്മൾ സിംഗിൾ പോളിസിയിൽ പാർട്ടായിട്ട് പ്രീമിയം അടച്ചാൽ 2 സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ സ്പെസിഫിക്കൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇതിനുണ്ടാവും. അപ്പം പോളിസി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയം ഒക്കെ തീരുമാനിച്ചതിന് ശേഷം അവരടച്ച ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയത്തിൽ 2 പേർക്കും ടാക്സ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് അർഹതയുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ 60 വയസ്സിന് താഴെയുള്ള ദമ്പതികൾ അവർ ഹെൽത്ത് ഇൻഷുറൻസിന് 24,000 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് ഒന്നിച്ച് 48,000 രൂപ വരെ ക്ലെയിം ചെയ്യാം. ഇതുപോലെ 2 പേരും ഏൺ ചെയ്യുന്നതാണെങ്കിൽ അഡീഷണൽ ടാക്സ് അഡ്വാൻറ്റേജിനായിട്ട് നിങ്ങൾക്ക് ലിവറേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് സാലറി കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പം റെന്റിനാണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും HRA ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടാക്സ് സേവിങ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞൊക്കെ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഇനി അടുത്ത് 2 പേരുടെയും ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കളുള്ള അവകാശം നമുക്ക് നോക്കാം. ഇപ്പം ഇന്ത്യയിൽ വിവാഹമോചനമോ മരണമോ ഉണ്ടായ സ്വത്ത് എങ്ങനെയാണ് ഉടമസ്ഥതയിലാണെന്നും എങ്ങനെ വിതരണം ചെയ്യാമെന്നും മാരേജ് ലോ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നിങ്ങളിപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ വിവാഹ സമയത്ത് നിങ്ങൾ വാങ്ങിച്ച പ്രോപ്പർട്ടി 2 പാർട്ട്നേഴ്സും ഈക്വൽ ആയിട്ടായിരിക്കും അവകാശം ഉണ്ടാവുന്നത്. ഇതിൽ എല്ലാ ടൈപ്പ് പ്രോപ്പർട്ടിയും വരും. അതായത് ലാൻഡ് ആയിക്കോട്ടെ, ബിൽഡിംഗ്, മൂവബിൾ അസറ്റ്സ് ലൈക്ക് കാർ, ജ്വല്ലറി ഒക്കെ. ഇപ്പം ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൗസിന് ഈക്വൽ ഷെയർ ലഭിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഹിന്ദു സസെഷൻ ആക്ട് അതുപോലെ തന്നെ ഇന്ത്യൻ സസെഷൻ ആക്ട് ഉണ്ട്. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, മുസ്ലിം ലോന്റെ കീഴിൽ നിങ്ങളിപ്പോൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ
ഇവിടെ പ്രോപ്പർട്ടി റൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും, എസ്പെഷ്യലി ഡിവോഴ്സിന്റെ കേസിലൊക്കെ. അപ്പോൾ ഇവിടെ വിവാഹ സമയത്ത് ലഭിച്ച പ്രോപ്പർട്ടിയിൽ ഭർത്താവിന് അവകാശം ഉണ്ടാവും. ഇനി സക്സഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അനന്തരാവകാശത്തിൽ ടാക്സിനെ കുറിച്ച് എനിക്ക് പറയണം. അപ്പോൾ പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വത്ത് ഇൻകം ടാക്സ് പർപ്പസിൽ ഗിഫ്റ്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം വിൽപത്രത്തിനോ അനന്തരാവകാശത്തിനോ കീഴിലുള്ള സ്വത്ത് കൈമാറ്റം ഗിഫ്റ്റ് ടാക്സിന്റെ പരിധിയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അതായത് അനന്തരാവകാശത്തിന് ടാക്സ് ഇല്ല, പക്ഷേ പ്രോപ്പർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന റെന്റ് ഇൻകം ആയിട്ട് കണക്കാക്കും. അതനുസരിച്ച് അത് ടാക്സ് ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കും, എന്തിനാണ് ഞാൻ ജോയിൻലി ഓൺ ചെയ്യണം എന്നുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ കാര്യം ടാക്സ് സേവിംഗ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 80C കീഴിൽ നിങ്ങളിപ്പോൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ ഓരോ കോ ബോറോർക്കും 1.5 ലക്ഷം രൂപ വെച്ചിട്ട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഇത് നിങ്ങളുടെ ടാക്സബിൾ ഇൻകം നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അടുത്ത സെക്ഷൻ 24 ആണ്. അപ്പോൾ ഇവിടെ ഓരോ ബോറോർക്കും ഒരു വർഷം അടച്ച ഇൻട്രസ്റ്റിൽ 2 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ടാക്സ് കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, ഇപ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് പ്രൊപ്പോർഷണലിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഓരോ കോ ബോറോർക്കും അവരുടെ ലോണിന്റെ ഷെയർ അനുസരിച്ച് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. സോ ഇതുവഴി എല്ലാവർക്കും അവർ ടാക്സ് സേവിംഗ് ബെനിഫിറ്റ്സ് ഈക്വലി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ളി കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടീസിലും ഈ ഒരു ടാക്സ് ബെനിഫിറ്റ്സ് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ കൺസ്ട്രക്ഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് ഐഡിയലി പറയുകയാണെങ്കിൽ ലോണിന്റെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിൽ നിന്ന് 5 വർഷത്തിനുള്ളിൽ ഡിഡക്ഷൻ തുടങ്ങാം. അപ്പോൾ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഹോം ലോൺ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ഇപ്പോൾ 5 വർഷം കൺസ്ട്രക്ഷൻ എക്സീഡ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷന്റെ ക്യാപ്പ് വരുന്നത് 30,000 രൂപയായിരിക്കും. അടുത്തത് ക്രെഡിബിലിറ്റി ആണ്. ഇപ്പോൾ ഒരു ദമ്പതികൾ ഹോം ലോണിന് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ലോണിന് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ലോൺ ലഭിക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാവും. അപ്പോൾ അവരുടെ ജോയിന്റ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുപോലെ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് അവരുടെ കടമെടുക്കൽ കുറച്ചും കൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ലാസ്റ്റ്ലി സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കോ ഓണർഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ചാർജ് കുറവായിരിക്കും. അതായത് ലീഗലി പ്രോപ്പർട്ടി നിങ്ങളുടെ ആവുന്നതിൽ ചിലവ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. അപ്പോൾ പല സ്റ്റേറ്റ്സിലും പല റേറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ സ്ത്രീകൾക്ക് 1% കൺസെഷൻ ലഭിക്കുന്നുണ്ട്. ഇനി ടാക്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലീഗലി നിങ്ങൾ വിവാഹിതരാവുന്നില്ല കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വിവാഹ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗിഫ്റ്റുകളെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. അപ്പോൾ നോൺ റിലേറ്റീവ്സിന്റെ കീഴിൽ നിന്ന് ലഭിക്കുന്ന ഗിഫ്റ്റുകളെല്ലാം ടാക്സബിൾ ആണ്. പക്ഷേ വിവാഹ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ഗിഫ്റ്റും ഒരു ലിമിറ്റും ഇല്ലാതെ ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇനി പിന്നീട് നിങ്ങളിപ്പോൾ ടാക്സ് അതോറിറ്റീസ് നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് പിന്നീട് ലീഗൽ പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യം, നിങ്ങളിപ്പോൾ ഒരു ഹോം മേക്കർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വരുമാനം ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പേഴ്സണൽ എക്സ്പെൻസിനായിട്ട് കുറച്ച് പണം ലഭിക്കുന്നതൊക്കെ സാധാരണമാണ്. അപ്പോൾ ഇതിന് ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ റിസീവറിൻ്റെ കയ്യിൽ ലഭിക്കുന്ന ഈ ഒരു ഇൻകം ആയിട്ട് കണക്കാക്കില്ല. അപ്പോൾ നിങ്ങളുടെ സ്പൗസിന് കൊടുക്കുന്ന ഗിഫ്റ്റ് എല്ലാം ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഗിഫ്റ്റ് എമൗണ്ടിൽ ലിമിറ്റ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ സെക്ഷൻ 64 പ്രൊവിഷൻ അനുസരിച്ച് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്ത അസറ്റിൽ നിന്നുള്ള ഇൻകം നിങ്ങളുടെ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹസ്ബൻഡ് വൈഫിന് ഒരു 15 ലക്ഷം രൂപ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ വൈഫ് ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വർഷം 1,20,000 രൂപ ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഈ 1,20,000 രൂപ ഹസ്ബൻഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. അപ്പം ഇന്ത്യൻ ടാക്സ് ലോയിലെ ക്ലബിംഗ് പ്രൊവിഷന്റെ കീഴിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ടാക്സ് ലാബ് അനുസരിച്ചാവും ഇത് ടാക്സ് ചെയ്യുന്നത്. വസ്തുക്കൾ കൈമാറ്റം ചെയ്യുമ്പോൾ നികുതി ബാധകം അല്ലെങ്കിലും വസ്തുവിൽ നിന്ന് വാടക വരുമാനമായിട്ട് കണക്കാക്കുകയും അതനുസരിച്ച് നികുതി ചുമത്തുകയും ചെയ്യും. ഇപ്പം ഇവിടെ ക്ലബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാമിലിയിൽ ലോവർ ടാക്സ് ബ്രാക്കറ്റിലുള്ള ഫാമിലി മെമ്പറിലേക്ക് ഇൻകം ജനറേറ്റിംഗ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ടാക്സ് ഒഴിവാക്കുന്നതായിട്ട് തടയുന്ന ഒരു പ്രൊവിഷൻ ആണിത്. അപ്പം ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ജോയിന്റ് ഫയലിംഗ് പെർമിറ്റഡ് അല്ല. അപ്പൊ ഇൻകം ടാക്സ് പർപ്പസിൽ സ്പൗസ് ഒരു സെപ്പറേറ്റ് ടാക്സ് പെയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ മാരേജ് രജിസ്ട്രേഷന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ നമുക്ക് മാരേജ് രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാമെന്നുള്ളത് അല്ലേ. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് മാരേജ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ മാറ്റം ഉണ്ടാവും. പിന്നെ ഹിന്ദു മാരേജ് ആക്ട് അതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പോലത്തെ മാരേജ് ലോ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. സോ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അതോറിറ്റി സെറ്റ് ചെയ്തേക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ 2 പാർട്ട്നേഴ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നത് ഉറപ്പാക്കുക. അപ്പോൾ വരന് കുറഞ്ഞത് 25 വയസ്സെങ്കിലും ഉണ്ടാവണം, വധുവിന് കുറഞ്ഞ 18 വയസ്സെങ്കിലും. അടുത്ത പ്രോസസ്സ് തുടങ്ങണമെങ്കിൽ 2 പാർട്ട്നേഴ്സും കുറച്ച് ഡോക്യുമെന്റ്സ് അവർക്ക് വേണം. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഐഡന്റിറ്റി പ്രൂഫ്. ഐഡന്റിറ്റി പ്രൂഫിനായിട്ട് ഇപ്പോൾ ആധാർ കാർഡോ പാസ്പോർട്ടോ വോട്ടർ ID കാർഡൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അടുത്ത ഏജ് പ്രൂഫാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലീഗലി വിവാഹം കഴിക്കാനുള്ള പ്രായം ആയോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഏജ് പ്രൂഫ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടൊക്കെ ഉപയോഗിക്കാം. അടുത്ത റെസിഡൻസ് പ്രൂഫാണ്. റേഷൻ കാർഡ് അല്ലെങ്കിൽ റെന്റൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബിൽ പോലത്തെ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റെസിഡൻസ് പ്രൂഫ് കൺഫേം ചെയ്യാം. ഇനി അടുത്ത് 2 പേരുടെ അടുത്ത് ഈ അടുത്തെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. അടുത്ത മാരേജ് പ്രൂഫാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെഡിങ് ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ മാരേജ് ഡിക്ലറേഷൻ കോപ്പി വേണം. ഇനി അടുത്ത് രജിസ്ട്രേഷൻ സമയത്ത് വാലിഡ് ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ഉള്ള 2 സാക്ഷികളെ കൊണ്ടുവരണം. ഇനി നമുക്ക് ഓൺലൈൻ പ്രോസസ്സ് നമുക്ക് നോക്കാം.
അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഓൺലൈൻ മാരേജ് രജിസ്ട്രേഷൻ ഒക്കെ പോപ്പുലറായി തുടങ്ങിയിട്ടുണ്ട്. കാരണം എളുപ്പമാണ്, അതുപോലെ തന്നെ നമുക്ക് അധികം സമയമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് പാർഷ്യലി ഓൺലൈൻ പ്രോസസ്സാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ ഡോക്യുമെന്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് മാരേജ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഒഫീഷ്യൽ പോർട്ടലിൽ നിങ്ങൾ കയറുക. സോ ഓരോ സ്റ്റേറ്റിനും അവരുടേതായ പോർട്ടലുണ്ട് സിവിൽ സർവീസിന്, ഇൻക്ലൂഡിംഗ് മാരേജ് രജിസ്ട്രേഷൻ. സോ നിങ്ങളുടെ സ്റ്റേറ്റിന്റെ മാരേജ് രജിസ്ട്രേഷൻ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. അത് കഴിഞ്ഞ് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു യൂസർ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ട് വഴി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മാരേജ് രജിസ്ട്രേഷൻ സെക്ഷൻ നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഹിന്ദു മാരേജ് ആണ് നോക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുകയാണ്. അടുത്തത് നിങ്ങൾ വധുവിന്റെയും വരന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് ഇവിടെ കൊടുക്കണം. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ഇവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ അപ്പോയിന്റ്മെന്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡോക്യുമെന്റ്സ് അതുപോലെ ഫോം എല്ലാം സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാരേജ് രജിസ്ട്രാർ ഓഫീസിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ അപ്പോയിൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡേറ്റും ടൈമും തരുന്നതായിരിക്കും. ഇനി ആറാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ രജിസ്ട്രാർ ഓഫീസ് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സോടെ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ നിങ്ങൾ പോവുക. ഇത് വെരിഫിക്കേഷൻ അതുപോലെ അഡീഷണൽ ഫോർമാലിറ്റീസിനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്ന 2 സാക്ഷികളും വാലിഡ് ഐഡന്റിഫിക്കേഷൻ കൊണ്ടുവരണം. ഇനി അടുത്ത സ്റ്റെപ്പ് ഫൈനൽ സബ്മിഷൻ വെരിഫിക്കേഷൻ ആണ്. രജിസ്ട്രാർ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാം ഓർഡറിലാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ സ്റ്റേജിലേക്ക് പോകാം. ഇനി അടുത്ത സ്റ്റെപ്പ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെ പ്രൊസീജിയർ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, ഇവിടെ ചെറിയൊരു ഫീസ് ഉണ്ടാവും. ഇപ്പോൾ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വരുന്ന ഫീസ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി നമുക്ക് ഓഫ്ലൈൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. അപ്പോൾ മാരേജ് രജിസ്ട്രേഷൻ ആയിട്ട് ഇനി പറയുന്ന ഓഫീസുകളിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ട്. ആദ്യം വിവാഹത്തിന് മുമ്പ് കുറഞ്ഞത് 30 ദിവസമെങ്കിലും വധുവോ വരനോ താമസിക്കുന്ന സ്ഥലത്തെ മാരേജ് രജിസ്ട്രാർ. ചില സ്റ്റേറ്റ്സിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഓഫീസിൽ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ നഗരങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസാണ് മിക്കപ്പോഴും മാരേജ് രജിസ്ട്രേഷൻ പോയിന്റ്. ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലാണ് മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത്. ലോക്കൽ പഞ്ചായത്തിലെ സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് കൺഫേം ചെയ്യുന്നത് നിങ്ങൾ ഉറപ്പാക്കുക. ഇനിയിപ്പോൾ നിങ്ങളിപ്പം ശരിയായിട്ടുള്ള ഒരു ഓഫീസിലാണ് ഉള്ളതെങ്കിൽ ബാക്കിയെല്ലാം ഓൺലൈൻ പ്രോസസ്സ് പോലെ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സിനൊപ്പം ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അതുപോലെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കും. അപ്പം ഈ ഒരു ദിവസം വധുവും വരനും അതുപോലെ തന്നെ സാക്ഷികളും രജിസ്റ്ററിൽ സൈൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മാരേജ് ഓഫീസർ ഫൈനലൈസ് ചെയ്യും. സോ ഇൻ ജനറൽ ഇങ്ങനെയാണ് നിങ്ങളുടെ മാരേജ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഉണ്ടാവുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വഴി നിങ്ങളുടെ വിവാഹം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പൊ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മാരേജ് ഡേറ്റിന് 30 ദിവസം മുമ്പ് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള മാരേജ് രജിസ്ട്രാറിൽ ദമ്പതികളെ അറിയിക്കണം. അടുത്ത നോട്ടീസിനൊപ്പം ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് പോലെ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. തുടർന്ന് 30 ദിവസത്തിന് ശേഷം രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാകാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക. കൂടാതെ 3 സാക്ഷികൾ രജിസ്റ്റർ ഓഫീസിൽ ഡിക്ലറേഷൻ ഒപ്പിടണം. ഇതിനുശേഷം ദമ്പതികളുടെ മതാചാര പ്രകാരം വിവാഹം നടത്താവുന്നതാണ് നിങ്ങൾക്ക്. അപ്പം ചടങ്ങുകൾക്ക് ശേഷം വിവാഹ ഓഫീസർ രജിസ്റ്ററിൽ വിവാഹം രേഖപ്പെടുത്തുകയും വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നതായിരിക്കും. അപ്പൊ മിക്കവാറും അതേ ദിവസം തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ നിങ്ങൾക്ക് മാരേജ് രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും. അപ്പോൾ നിങ്ങൾക്ക് മാരേജ് രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ്സിൽ നിങ്ങൾ അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.